അങ്ങനെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് 2-2.5 ദിവസം എടുക്കും കണ്ണൂരിൽ നിന്ന് പഞ്ചാബിലേക്ക് എത്താൻ. അവിടെ നല്ല ചൂടാണെന്നാണ് കേട്ടത്. 2 അപ്പർ സീറ്റും 1 മിഡിൽ സീറ്റും ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് പഞ്ചാബിലേക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ പാൻട്രിയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി നേരത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. ഇതൊക്കെ ട്രെയിനിൽ വിൽക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കമ്മലും മാലയൊക്കെ ആയിരുന്നു. അപ്പർ സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിലെല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പാടങ്ങളൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും കേട്ടോ പഞ്ചാബ് എത്തിയെന്ന്. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗം പഞ്ചാബാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ കൃഷിയിടങ്ങൾ കൂടുതലാണ്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറായതുകൊണ്ട് തന്നെ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇനി കാണാൻ പോകുന്നതാണ് ബ്യാസ് റിവർ. ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി നോക്കുമ്പോൾ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നടരാജ് സർവീസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.